بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വെച്ചു പുലർത്തുന്ന ആദർശത്തിന്റെ മിതത്വത്തെക്കുറിച്ചാണ് ഉണർത്തിയത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ വിഷയത്തിൽ പറഞ്ഞ ഏതാനും വരികളുടെ വിവരണം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാൻ ശേഷിക്കുന്നത്. സഹാബത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറഞ്ഞു, ബൽഹും അൽ വസതു ഫി ഫിറഖിൽ ഉമ്മത്തി കമാ അന്നൽ ഉമ്മത ഹിയൽ വസതു ഫിൽ ഉമം ഫഹും വസതുൻ ഫി ബാബി സിഫാത്തില്ലാഹി സുബ്ഹാനഹു വതആല ബൈന അഹ്ലി തഅതീലി വബൈന അഹ്ലി തംസീൽ وهم وسط في باب أفعال الله بين القدرية والجبرية وفي باب وعيد الله بين المرجئة وبين الوعيدية من القدرية وغيرهم وفي باب الإيمان والدين بين الحرورية والمعتزلة وبين المرجئة والجهمية وفي أصحاب رسول الله صلى الله عليه وسلم بين الروافض والخوارج. വഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, ഈ സഹാബത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ബൈന റവാഫിദി വൽ ഖവാരിജ്, റവാഫിദിനും ഖവാരിജിനും മധ്യയാണ്. അപ്പൊ സഹാബത്തിനെ കുറിച്ചുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ കുറിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മിതത്വം, അതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. കാരണം അതാണ് ശേഷിക്കുന്നത് ആ വകുപ്പിൽ. വഫി അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ. സഹാബി എന്നുള്ളതിന് ഇസ്ലാമികയിലെ സാങ്കേതിക ശബ്ദം അല്ലദീ ഇജ്തമഅ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക്. സഹാബി എന്ന് പറഞ്ഞാൽ ഇജ്തമഅ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സന്ധിച്ചിട്ടുണ്ട്. എങ്ങനെ? മുഅ്മിനൻ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ട്,
വമാത അലാ ദാലിക്, എന്നിട്ട് ആ വിശ്വാസത്തിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയാണ് സഹാബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയ എല്ലാവരും സഹാബിയല്ല. പിന്നെ മുഅ്മിനായിട്ട് കണ്ടുമുട്ടണം, എന്നിട്ട് അയാൾ മുഅ്മിനായിട്ട് മരണപ്പെടുകയും വേണം. ആ വ്യക്തിയാണ് സഹാബി. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ, കപടവിശ്വാസികളുടെ നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുമായിട്ട് ഇജ്തിമായിലായിട്ടുണ്ട്. ഈമാൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ട്. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ സഹാബിയല്ല. കാരണം ഈമാനിലല്ല അബ്ദുല്ലാഹ് ഇബ്നു ഉബൈന്റെ മരണം. അതേപോലെ മുസൈലിമത്തുൽ കദ്ദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രവാചകന്റെ മുന്നിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പ്രകടമായിട്ട് ഇസ്ലാമിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നുബുവത്ത് വാദിച്ച് കുഫറിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അയാൾ സഹാബിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടണം എന്നുള്ളത് സുഹബത്തിന്റെ നിബന്ധനയാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. അതുകൊണ്ടാണ് നജ്ജാഷി സഹാബിയാണെന്ന് പറയാത്തത്. നജ്ജാഷി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും മുഅ്മിനായി മരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. നജ്ജാഷി മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ നജ്ജാഷി മുസ്ലിമായിട്ട് ജീവിച്ചു, മുസ്ലിമായി മരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് സന്ധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നജ്ജാഷി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നജ്ജാഷിയെ സഹാബി എന്നുള്ള ആ താരീഫിൽ ഉൾപ്പെടുത്താറില്ല പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് നബിയെ കണ്ടുമുട്ടി വിശ്വാസത്തിൽ മരണപ്പെടുന്ന വ്യക്തികൾക്കാണ് സഹാബി എന്ന് പറയുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പായിട്ട് റിദ്ദത്ത് അയാളിൽ മുൻകടന്നിട്ടുണ്ടെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിച്ചു, പക്ഷെ പിന്നീട് മുർത്തദ്ദായി, നഊദു ബില്ലാഹ്. പക്ഷെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്ത് സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും പിന്നെ മുഅ്മിനായി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും സഹാബിയായിട്ടാണ്. ഇടയിൽ മതപരിത്യാഗം സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുഅ്മിനായിട്ടാണ് മരണമെങ്കിൽ സഹാബികളുടെ ഗണത്തിൽ തന്നെയാണ് എണ്ണപ്പെടുക. അതിനുള്ള ഉദാഹരണമാണ് അബ്ദുല്ലാഹ് ഇബ്നു സർഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അദ്ദേഹം വളരെ സ്വീകാര്യനായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം കുഫറിലേക്ക് മടങ്ങി. ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും കടുത്ത അപരാധങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സർഹ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ തലവെട്ടാൻ മക്കം ഫതഹിൽ പറഞ്ഞിരുന്നു. കാരണം അത്ര വലിയ ദ്രോഹമാണ് അയാൾ ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അഭയം തേടി അബ്ദുല്ലാഹ് ഇബ്നു സർഹ് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കാൻ വിധിച്ചത് പിൻവലിക്കുകയും അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹിന് അമാൻ അഭയം നൽകുകയും ചെയ്യുകയുണ്ടായി. ഈ ചരിത്രത്തിൽ വലിയ സംഭവമാണ്. പിന്നീട് ഈ അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആലയുടെ രക്തസാക്ഷിത്വത്തോടു കൂടി ഫിത്നകൾ നാമ്പെടുത്തപ്പോൾ അദ്ദേഹം ഇസ്ലാമിക തലസ്ഥാന നഗരികളിൽ നിന്ന് ദൂരെ പോയി ഫലസ്തീനിൽ ഐല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്ന് പാർക്കുകയും അവിടെ ഒരു പള്ളിയിൽ ഇമാമായി ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുന്ന ആളായി കഴിച്ചു കൂട്ടുകയും ഫിത്നയിൽ ഇനി അകപ്പെട്ടിട്ട് ഒരിക്കൽ തനിക്കുണ്ടായ ഒരു പരാജയം അത് ആവർത്തിക്കപ്പെടരുതെന്ന് വിചാരിച്ച് അദ്ദേഹം കഴിഞ്ഞുകൂടുകയും ഒരു നല്ല മരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആയിരക്കുകയും അങ്ങനെ ഒരു ദിവസം സുബഹി നമസ്കരിച്ച് കൊണ്ടിരിക്കെ അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ ഇസ്ലാം സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിച്ചു. പക്ഷെ പിന്നീട്
മതപരിത്യാഗിയായി. പക്ഷെ പിന്നീട് തൗബ ചെയ്ത് മടങ്ങി വീണ്ടും ഇസ്ലാമിക നിഷ്ഠയിൽ ജീവിക്കുകയും മുഅ്മിനായിട്ട് മരിക്കുകയും ചെയ്തു. ഇത്തരം വ്യക്തികളെയും സഹാബി എന്ന് പറയും. ഇവിടെ വിഷയം ഈ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും അവരോടുള്ള സമീപനത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മിതത്വ നിലപാടിലാണ്, മധ്യമ നിലപാടിലാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് റാഫിദികളുടെയും ഖാരിജികളുടെയും, റവാഫിദിന്റെയും ഖവാരിജിന്റെയും ഇടയിലാണ്. ആരാണ് റാഫിദ? ഇന്ന് ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് റാഫിദകൾ. ഷിയാക്കൾക്ക് റാഫിദ എന്ന് പേര് വരാൻ കാരണം അവരുടെ ഇമാമിനെ തള്ളി പറഞ്ഞത് കാരണത്താലാണ്. റഫള എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക എന്നാണ് അതിനർത്ഥം. അവരുടെ ഇമാമിനെ എങ്ങനെയാണ് അവർ തള്ളിയത്? ആ വിഷയത്തിൽ ഒരു ചരിത്രമുണ്ട്. അലി റളിയല്ലാഹു തആലാന്റെ പുത്രൻ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ പുത്രൻ അലി അൽ അക്ബർ, അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മഹാൻ, ഈ മഹാന്റെ പുത്രൻ സെയ്ദ് ബിൻ അലിയെ ഷിയാക്കൾ സമീപിക്കുകയുണ്ടായി. ഈ സെയ്ദിലേക്ക് ചേർത്താണ് ഇന്ന് സെയ്ദിയ എന്ന് പറയുന്ന കക്ഷി. ഷിയാക്കളുടെ ഒരു കക്ഷിയാണ് ആര്? സെയ്ദിയ. സെയ്ദിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അബൂബക്കർ, ഉമർ തുടങ്ങിയ ഖലീഫന്മാരെ അവർ കാഫിറാക്കൂല, ഉസ്മാനെയും അവർ കാഫിറാക്കൂല. പിന്നെ ഉസ്മാനേക്കാളൊക്കെ ഖിലാഫത്തിന് യോഗ്യൻ അലി ആയിരുന്നു എന്നവരുടെ വീക്ഷണം അവർക്കുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലയെയും ഉമർ റളിയല്ലാഹു തആലയെയും തള്ളി പറയാത്തത് കാരണത്താലാണ് ഷിയാക്കൾ ഈ സെയ്ദ് ബിൻ അലിയെ തള്ളിയത്. എന്നാൽ സെയ്ദ് ബിൻ അലിയെ തള്ളാത്തൊരു വിഭാഗം നിലനിന്നു. അവരാണ് പിന്നീട് സെയ്ദിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഷിയാക്കളിൽ ഏറ്റവും ഡോസ് കുറഞ്ഞ സുന്നികളോട്, അഹ്ലു സുന്നയോട് ആദർശത്തിൽ ഏറെക്കുറെ പൊരുത്തുള്ള ഒരു വിഭാഗമാണ് സെയ്ദിയാക്കൾ. എന്നാൽ റാഫിദികൾ അങ്ങനെയല്ല. റാഫിദികൾ അവരുടെ നിലപാട് ഏറെ മോശമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് റാഫിദികൾ എന്ന് പേര് കിട്ടിയത്? അവർ ഈ സെയ്ദ് ബിൻ അലിയെ സമീപിച്ചു. ഈ സെയ്ദ് ബിൻ അലി ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന് കർബലയിൽ വധിക്കപ്പെടാതെ ശേഷിച്ച ഏക സന്താനമാണ് ആര്? അലി, അലിയുൽ അക്ബർ എന്ന പേരിലുള്ള അലി സൈനുൽ ആബിദീൻ. ഈ അലി സൈനുൽ ആബിദീന്റെ പുത്രനാണ് സെയ്ദ്. അദ്ദേഹം പണ്ഡിതനാണ്. ആരെപ്പോലെ? വാപ്പ അലി സൈനുൽ ആബിദീനെ പോലെ തന്നെ മഹാപണ്ഡിതനാണ്. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് ഷിയാക്കൾ ചോദിച്ചു, മാ തഖൂലു ഫി അബീബക്കർ വ ഉമർ, അബൂബക്കറിന്റെയും ഉമറിന്റെയും വിഷയത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു. ഈ ചോദിച്ച ഷിയാക്കൾ ഉദ്ദേശിച്ചത് സെയ്ദ് ബിൻ അലി റളിയല്ലാഹു അൻഹുമാ അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കുമെന്നും ചീത്ത പറയുന്നതാണ്. കാരണം അവരുടെ പതിവ് അതാണ്. ചോദിച്ച ആളുകളുടെ പതിവ് എന്താ? അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത പറയുക, ശകാരിക്കുക, ശപിക്കുക എന്നുള്ളതാണ്. അതാണ് ഇമാമിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ സെയ്ദ് ബിൻ അലി റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, നിഅമൽ വസീറാനി വസീറാ ജദ്ദി, എന്റെ വല്യുപ്പാന്റെ രണ്ട് മന്ത്രിമാരാണ് അവർ രണ്ടുപേരും, അവർ എത്ര നല്ല മന്ത്രിമാർ എന്ന് പറഞ്ഞു. അലി സൈനുൽ ആബിദീൻ അല്ലെങ്കിൽ സെയ്ദ് ബിൻ അലി എന്റെ വല്യുപ്പ എന്ന് പറയുന്നത് ആരെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മന്ത്രിമാരെന്നോണാണ് ആര് വർത്തിച്ചിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വർത്തിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി എപ്പോഴും പറയാറുണ്ട്, അന വ അബൂബക്കർ വ ഉമർ, അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും. അപ്പോ സെയ്ദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിഅമൽ വസീറാനി, എത്ര നല്ല വസീറുമാരാണ്. വസീർ എന്ന് പറഞ്ഞാല് മന്ത്രിമാർ, സപ്പോർട്ട് ചെയ്യുന്നവർ, ശക്തിപ്പെടുത്തുന്നവർ.
വസീറ ജദ്ദി, എന്റെ വല്യുപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മന്ത്രിമാരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സെയ്ദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു അബൂബക്കറിനെയും ഉമറിനെയും പുകഴ്ത്തി പ്രശംസിച്ച് അവരോട് സംസാരിച്ചു. ഇതോടുകൂടി ഈ ഷിയാക്കൾ ഇമാം സെയ്ദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹുമയെ തള്ളി. അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് അവർ തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അതിൽ പിന്നെയാണ് അവർക്ക് റാഫിദ എന്ന പേര് കിട്ടിയത്, തള്ളിക്കളഞ്ഞവർ എന്ന അർത്ഥത്തിൽ. അപ്പൊ സെയ്ദ് ഇബ്നു അലി എന്ന് പറഞ്ഞ തങ്ങളുടെ ഇമാമിനെ അദ്ദേഹം അബൂബക്കറിനെയും ഉമറിനെയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തത് കാരണത്താൽ തള്ളിയതിനാലാണ് ഷിയാക്കൾക്ക് ചരിത്രത്തിൽ റാഫിദ എന്ന നാമകരണം വന്നത്. ആ റാഫിദ പിന്നീട് അവര് വേറൊരു കക്ഷിയായിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. അവർക്ക് അവരുടേതായ അടിസ്ഥാനങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ചില പ്രത്യേക തത്വങ്ങളുണ്ട്. അല്ലേ, അവരിൽ പലരും പിന്നെ അവരുടെ ഇമാംമാരുടെ വിഷയത്തിൽ കാട് കയറി ഇസ്ലാമിക അതിരുകൾ ലംഘിച്ച് ഷിയാക്കളുടെ ഇമാംമാരുണ്ടല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ ഹസൻ, ഹുസൈൻ, അലി സൈനുൽ ആബിദീൻ, മുഹമ്മദുൽ ബാഖിർ, മൂസൽ കാദിം തുടങ്ങി ഉള്ള അവരുടെ എല്ലാ ഇമാംമാരെയും ഇവര് പുകഴ്ത്തി അവരിൽ വിശ്വസിച്ചിട്ട് വിശ്വാസം നിലതെറ്റി. ഇമാമ് തെറ്റ് പറയില്ല, ഇമാമിന് ഇസ്മത്തുണ്ട്, പാപസുരക്ഷിതത്വമുണ്ട്. അതേപോലെ തന്നെ ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബുവത്തിനേക്കാൾ മേലെയുള്ള ഒരു ദർജയിലാണുള്ളത്, സ്ഥാനത്താണുള്ളത്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കൽപ്പനകളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നവരാണ് ഇമാമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ജിബ്രീലിലൂടെയാണ് അള്ളാഹുവിൽ നിന്ന് കൽപ്പനകളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ ഇമാമുകൾക്ക് അതിന്റെ ആവശ്യമല്ല. തുടങ്ങി കുറേ വിശ്വാസങ്ങൾ. ഇമാമിന് ഒരു കാര്യം പടക്കാനും സൃഷ്ടിക്കാനും വരെ അവകാശമുണ്ട്, കഴിയും. ഇമാം കുൻ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞ് കൽപ്പന കൊടുത്ത കാര്യം ഉണ്ടാകും. തുടങ്ങി കുറേ വിശ്വാസങ്ങൾ റാഫിദിയാക്കളുടേതായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. കാട് കയറിയ കുറേ വിശ്വാസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് പഴച്ചു കിട്ടിയതാണ്. അലിയാറിലേക്കായിരുന്നു വഹ്യ് നുബുവത്ത് പോകേണ്ടിയിരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തെറ്റുപറ്റിയിട്ടത് നബിയിലേക്ക് വന്നതാണ്. തുടങ്ങി കുറെ പിഴച്ച വാദങ്ങൾ. അതിലേറ്റവും റാഫിദികളുടെ നമുക്കറിയുന്ന അടുത്ത ഉദാഹരണമാണ് ഖുമൈനി. ഖുമൈനി എന്ന് പറഞ്ഞാൽ ആളുകൾ ആയത്തുള്ള റൂഹുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്ന ഖുമൈനി എന്ന് പറയുന്ന മനുഷ്യന്റെ വിശ്വാസം നമുക്കറിയാം. മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകത്തിൽ വരെ ഷിയാ ഇമാമുകൾക്ക് നബിയും മുർസലിനും നിയോഗിച്ചയക്കപ്പെട്ട നബിക്കും അതേപോലെ തന്നെ മലക്കുൻ മുഖറബായ മലക്കിനും ഉള്ളതിനേക്കാൾ സ്ഥാനമുണ്ട്. അവര് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെയാണ് ഖുമൈനി അൽ ഹുക്മത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയത്. അതാണ് നമ്മളുടെ നാട്ടിൽ മലയാളത്തിൽ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ അടിച്ചിറക്കിയ മലയാള പുസ്തകം. അപ്പൊ അതിന് ശരിക്കും മലയാളത്തിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും റാഫിദിയാക്കളുടെ വിശ്വാസം, അതിന്റെ അപകടം. ഏതായാലും ഷിയാക്കൾ റാഫിദിയാക്കൾ അവരുടെ സഹാബത്തിനോടുള്ള വിശ്വാസത്തിൽ അഹ്ലുസുന്നത്ത് നിരുത്തരവാദിത്വത്തിലാണ്. റാഫിദിയാക്കളുടെ വിശ്വാസത്തിന്റെയും അതേപോലെ ഖവാരിജിന്റെ വിശ്വാസത്തിന്റെയും മധ്യയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പൊ എന്താണ് റാഫിദികൾക്ക് സഹാബികളെ കുറിച്ചുള്ള വിശ്വാസം? റാഫിദിയാക്കൾ പറയുന്നത് സഹാബത്ത് മുഴുവൻ കുഫാറാണ്, കാഫിരീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബികളൊക്കെ മതപരിത്യാഗികളായി, മുർത്തദ്ദീങ്ങളായി. അബൂബക്കറും ഉമറും ഉൾപ്പെടെ, അബൂബക്കറും ഉമറും അടക്കമുള്ള സഹാബികൾ അവർ നിഫാഖിലാണ് മരണപ്പെട്ടത്. നഊദു ബില്ലാഹ്, കാപട്യത്തിലാണ് അവരുടെ മരണം, കുഫറിലാണ് അവരുടെ മരണം എന്നാണ് ഷിയാക്കളിൽ റാഫിദികൾ വിശ്വസിക്കുന്നത്. നബി കുടുംബത്തിലെ
മെമ്പർമാരൊഴിച്ച് വിരലിലെണ്ണാവുന്ന ചില സഹാബികൾ, അബൂദറിനെ പോലുള്ളതായ, സൽമാൻ ഫാരിസിയെ പോലുള്ള ചില സഹാബികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും കുഫറിൽ മരണപ്പെട്ടവരാണ് സഹാബികൾ എന്നതാണ് റാഫിദിയാക്കളുടെ വിശ്വാസം. നഊദു ബില്ലാഹ്. ചിലര് റാഫിദിയാക്കളിൽ കാട് കയറിയിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വരെ കാഫിറാക്കിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹസം റാഫിദികളിലെ തീവ്രവാദികൾ അലിയാരെ വരെ കാഫിറാക്കിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആ ചരിത്രം. എന്തുകൊണ്ടാണ് അലി കാഫിറാണെന്ന് റാഫിദിയാക്കളിലെ തീവ്രവാദികൾ പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ബൈഅത്ത് ചെയ്യപ്പെട്ടപ്പോൾ അലിയാർ ജീവിച്ചിരിപ്പുണ്ട്. അലിയാർ അതിനെ എതിർത്തില്ല. അതിനാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ബൈഅത്ത് ചെയ്യുക എന്നുള്ള അക്രമത്തിന് മൗനാനുവാദം അലി നൽകി. അതിന് കൂട്ടുനിന്നു. അതുകൊണ്ട് അലിയും കാഫിറാണ് എന്ന് റാഫിദികളുടെ തീവ്രവാദികൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അത് കിതാബുൽ ഫസലിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ റാഫിദിയാക്കൾ തന്നെ അലിയാരെ വരെ കാഫിറാക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. കാരണം അവരുടെ സഹാബത്തിനെ കുറിച്ചുള്ള സമീപനം അത് ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം മരണാനന്തരം സഹാബികളൊക്കെ ദീനിൽ നിന്ന് മുർത്തദ്ദായി, രിദ്ദത്തിലായി, കുഫറിലായി, അബൂബക്കറും ഉമറും വരെ കുഫറിലായി എന്നുള്ളതാണ്. എന്നാൽ ഖവാരിജികൾ അവരും സഹാബത്തിന്റെ വിഷയത്തിൽ വഴിവെച്ച് അവരും പല സഹാബികളെയും കാഫിറാക്കി. അലിയാരെയും മുആവിയയെയും റളിയല്ലാഹു അൻഹുമ, പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇതര സഹാബികളെയും കാഫിറാക്കി. നബി കുടുംബത്തിലെ മെമ്പർമാർ വരെ കാഫിറാക്കി ഖവാരിജികൾ. പിന്നെ സഹാബത്തിനെയും പലരെയും കാഫിറാക്കി. ഖവാരിജികൾ ചരിത്രത്തിൽ മുളപൊട്ടുന്നത് ഖവാരിജി ചിന്തയും ഒറ്റപ്പെട്ട ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ തന്നെ ഉണ്ടെങ്കിലും ഒരു സംഘടന രൂപപ്പെടുന്നതും ഒരു ആൾക്കൂട്ടം സംഘടനയായി രൂപവൽക്കരിക്കപ്പെടുന്നതും അലി റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. സിഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അലി റളിയല്ലാഹു തആലയുടെയും മുആവിയ റളിയല്ലാഹു തആലയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി, കൂടെയുള്ള ആളുകൾ ഏറ്റുമുട്ടി. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. ഇസ്ലാമിക നാട്ടിൽ ഖിലാഫത്തിന് അംഗീകരിക്കാതെ, തന്നെ കൂട്ടാക്കാതെ ഒരു വിഭാഗം ആളുകൾ സായുധരായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭരണാധികാരിക്ക് പൊറപ്പിക്കാൻ പാടില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു അതിനെ ചികിത്സിക്കാനാണ് തന്റെ കൂടെയുള്ള സൈന്യവുമായിട്ട് സിഫീനിലെത്തുന്നത്. മുആവിയ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാന്റെ ഘാതകരുടെ വിഷയത്തിൽ പ്രതികാരം ചോദിക്കേണ്ടതും അവരുടെ ഘാതകരെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെടേണ്ടതും തന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയ മുആവിയ റളിയല്ലാഹു തആല അൻഹു അതാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ആവശ്യപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഘാതകരെ വിട്ടുതരണം, അവരെ പ്രതിക്രിയ ചെയ്യൽ പെട്ടെന്നാവണം എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലയുടെ നല്ല നിയ്യത്ത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ടുള്ളതായ ഈ വാദം, ഈ രണ്ട് നിലപാടുമല്ലായിരുന്നു കപടന്മാരായിട്ട് ഉണ്ടായിരുന്ന ജൂതസന്താനമായ അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ പണിയിൽ, പ്രചരണത്തിൽ അകപ്പെട്ട പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. കുറെ കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ,
പൂർവ്വകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നവരുടെ മഹത്വം മനസ്സിലാക്കാത്തവർ, നബി കുടുംബത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്ത ഇങ്ങനെ കുറെ കപടന്മാരുണ്ടായിരുന്നു. ആ കപടന്മാരൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ ദുഷ്പ്രചരണത്തിൽ ഇരയായിട്ട് അവരാണ് യുദ്ധത്തിന് തീ കൊളുത്തുകയും അത് രൂക്ഷാക്കുകയും ചെയ്തു. അവസാനം സഫീനിൽ ഏറ്റുമുട്ടലുണ്ടായി. അലി റളിയല്ലാഹു തആലയുടെ പക്ഷം ജയിക്കുമെന്ന അവസ്ഥയിലെത്തി. അപ്പോൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി മുആവിയ റളിയല്ലാഹു തആലയുടെയും അതേപോലെ തന്നെ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെയും പക്ഷം അവരുടെ അപേക്ഷ ആവശ്യം അറിയിക്കുകയുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധമോ രക്തച്ചൊരിച്ചിലോ കൊതിക്കണില്ല. അതുകൊണ്ട് തന്നെ മറുപക്ഷം സന്ധി വ്യവസ്ഥയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഹൃദയം തുറന്ന് സ്വീകരിച്ചത് അലി റളിയല്ലാഹു തആലയാണ്. കാരണം അതൊരു പക്വതയുള്ള ഭരണാധികാരിയുടെ ചുമതല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധമില്ലാതെ സന്ധിയിൽ പ്രശ്നം തീർക്കാം എന്നുള്ള, രമ്യതയിൽ പ്രശ്നം തീർക്കാം എന്നുള്ള ആ തീരുമാനം വന്നപ്പോൾ അതിന് സമ്മതിക്കുകയുണ്ടായി. പക്ഷെ മുആവിയ അലി റളിയല്ലാഹു തആലയുടെ പക്ഷക്കാർ പലരും അലി റളിയല്ലാഹു തആലയുടെ ഈ തീരുമാനത്തോട് വിയോജിച്ചു. അവര് യുദ്ധം തുടരുവാനും അങ്ങനെ ശത്രു പക്ഷത്തെ അവർ കാണുന്നവരെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുവാനും ഷടിച്ചു നിന്നപ്പോൾ അലി റളിയല്ലാഹു സമ്മതിച്ചില്ല. അലി റളിയല്ലാഹു തആലയുടെ ഈ തീരുമാനത്തിൽ വിയോജിപ്പുള്ള ആളുകൾ അലിയാരിൽ നിന്ന് വിട്ടകലുകയും അങ്ങനെ അവരാണ് ഖവാരിജ് എന്ന പേരിൽ ഒരു വിഭാഗമായി മാറുകയും ചെയ്യുന്നത്. യുദ്ധമില്ലാതെ പ്രശ്നം തീർക്കുവാൻ അലി റളിയല്ലാഹു തആല അൻഹു അബൂ മൂസ അശ്ശരിയെ മുന്നിൽ നിർത്തി, മുആവിയ റളിയല്ലാഹു തആല അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനെ മുന്നിൽ നിർത്തി. അങ്ങനെ അവരെ വിധികർത്താക്കളായി തീരുമാനിച്ചിട്ട് പ്രശ്നം ഒതുക്കാം എന്നതായിരുന്നു രണ്ടു കൂട്ടരുടെയും വാദം. അലി റളിയല്ലാഹു തആലയുടെ പക്ഷത്തു നിന്ന് മാറിയ തെറ്റിപ്പിരിഞ്ഞു നിന്ന ഈ വിഭാഗം ഖവാരിജികൾ അവർ അലിയാരെക്കുറിച്ചും മുആവിയയെക്കുറിച്ചും അബൂ മൂസ അശ്ശരിയെക്കുറിച്ചും അംർ ഇബ്നു ആസിനെ കുറിച്ചും ആളുകളെ വിധികർത്താക്കളാക്കിയിരിക്കുന്നു. വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രം, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അതുകൊണ്ട് തന്നെ ആളുകളെ വിധികർത്താക്കളാക്കി അത് കുഫ്ർ പരിപാടിയാണ്, കുഫ്റാണ്, ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഫറിന്റെ പണി ചെയ്ത അലിയും മുആവിയയും അബൂ മൂസ അശ്ശരിയും അംർ ബിൻ ആസും റളിയല്ലാഹു അൻഹുൽ ജമിയ, ഇതിന് അനുകൂലികളായ മറ്റ് സഹാബികളടക്കമുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും കുഫറിലാണ്, അവർ കാഫിര്യങ്ങളായിരിക്കുന്നു എന്ന് ഈ തെറ്റിപ്പിരിഞ്ഞ വിഭാഗം വിധി പറയുകയും അങ്ങനെ കാഫിറിന്റെ ആളുകളെ, ഇസ്ലാം സ്വീകരിച്ച് പിന്നെ കുഫർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ രക്തം ഹലാലാണ്, അവരെ വധിക്കാം, അവരോട് യുദ്ധം ചെയ്യാം, അവരെ കൊല്ലാം എന്ന് പറഞ്ഞ് ഈ ഖവാരിജുകൾ പിന്നീട് അലി റളിയല്ലാഹുവിനെതിരായി, അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനെതിരായി, മുആവിയ റളിയല്ലാഹുവിനെതിരായി, അബൂ മൂസ അശ്ശരിക്കും എതിരായി, മൊത്തം മുസ്ലിമീങ്ങൾക്കും എതിരായി. അങ്ങനെ അവർ സഹാബികളെ അഥവാ തഹ്കീം പ്രഖ്യാപിച്ച അലി, മുആവിയ, തഹ്കീമിൽ ഹാക്കിമുകളായ അബൂ മൂസ അശ്ശരി, അംർ ഇബ്നു ആസ്, അതിനെ അനുകൂലിച്ച സഹാബികളടക്കമുള്ളവർ അവരെ എല്ലാവരെയും കാഫിറാക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഖവാരിജിന്റെ സഹാബത്തിനോടുണ്ടായ സമീപനം. തഹ്കീമിൽ പങ്കാളികളായവർ, അതിനോട് ചോദിച്ചവരൊക്കെ കാഫിരികളാണ് സഹാബികൾ. റാഫിദികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം അബൂബക്കർ, ഉമർ എന്നിവർക്ക് ഖിലാഫത്തിൽ ബൈഅത്ത് ചെയ്തതിനാൽ വളരെ കുറച്ച് പേര്, ബാക്കിയുള്ളവരൊക്കെ കാഫിറായി എന്ന് റാഫിദികൾ. ഈ രണ്ട് നിലപാടും, റാഫിദികളുടെയും ഖവാരിജിന്റെയും നിലപാട് ഇസ്ലാമിന് അന്യമാണ്, പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ്, കടുത്ത അനീതിയാണ്. ഇവർ രണ്ടു കൂട്ടരുടെയും മധ്യയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, സഹാബത്തിന്റെ വിഷയത്തിൽ റാഫിദികളുടെയും അതേപോലെ ഖവാരിജുകളുടെയും മധ്യയാണ് അഹ്ലു സുന്ന. എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം?
ഖവാരിജികൾ കാഫിറാക്കി, നബി കുടുംബത്തെ അടക്കം. റാഫിദികളോ നബി കുടുംബത്തെ പലരും വാഴ്ത്തി, ബാക്കിയുള്ള സഹാബികളൊക്കെ കാഫിറാക്കി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നബി കുടുംബത്തിന്, അഹ്ലുൽ ബൈത്തിനും ആലുൽ ബൈത്തിനും അവരുടെ സ്ഥാനം വകവെക്കുന്നു. നബി കുടുംബത്തിലെ ആലുൽ ബൈത്തിലെ അഹ്ലുൽ ബൈത്തിലെ മെമ്പർമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നബി കുടുംബത്തിലെ മെമ്പർമാരാണ്. പിന്നെ ബനു ഹാഷിമും ബനുൽ മുത്തലിബും അവരാണ് അവരുടെ വിശ്വാസികൾ, അവരാണ് ആലുൽ ബൈത്ത്. ബനു ഹാഷിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയാണ് ഹാഷിം. ഹാഷിമിന്റെ സന്താന പരമ്പര ബനു ഹാഷിം. അതാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ വിശ്വാസികളായവർ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ വിശ്വാസികളായവരാണ് ഹംസത്ത്, അബ്ബാസ്. പിന്നെ അബൂ താലിബ് വിശ്വാസിയായിട്ടില്ല, പക്ഷെ അബൂ താലിബിന്റെ മക്കളിൽ അലി, ജാഫർ, ഉഖൈൽ ഇവരൊക്കെ വിശ്വാസികളാണ്. അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ ഹാരിസിന്റെ മക്കളിൽ ഹാരിസ് ഇസ്ലാം മതങ്ങൾ നബി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഹാരിസിന്റെ മക്കളിൽ അബൂ സുഫിയാനുണ്ട്, അതേപോലെ തന്നെ ഉബൈദത്തുണ്ട്. ഇങ്ങനെ ബനു ഹാഷിമിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ആരാണ്? അവര് ആലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. ആല് അബ്ബാസ്, ആല് അഖീൽ, ആല് ജാഫർ, ആല് അലി, ഇങ്ങനെ ആല് അബി സുഫിയാൻ, ആല് ഉബൈദത്ത്, ഇങ്ങനെ. അതേപോലെ തന്നെ ബനുൽ മുത്തലിബ് അഥവാ ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ അപ്പാപ്പ പിതാവായ അബ്ദു മനാഫിന് 4 മക്കൾ: നൗഫല്, ഹാഷിം, അബ്ദുഷംസ്, അൽ മുത്തലിബ്. ഇതില് നൗഫലും അബ്ദുഷംസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നബി കുടുംബത്തിൽ എണ്ണിയിട്ടില്ല, അൽ ബൈത്തിൽ എണ്ണിയിട്ടില്ല. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായിരുന്നു, ഇസ്ലാമിലും ജാഹിലിയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് സഹായിയായിട്ട് നിന്നിട്ടില്ല. എന്നാൽ ബനു അബ്ദുഷംസും അതേപോലെ തന്നെ ബനു നൗഫലും ബനുൽ മുത്തലിബും അതേപോലെ തന്നെ ബനു ഹാഷിം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ ജാഹിലിയത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചവരും സപ്പോർട്ട് ചെയ്തവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പിന്നെ നബി കുടുംബത്തിലെ മെമ്പർമാർ, അതേപോലെ തന്നെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വത്തിൽ യുദ്ധവിഹിതമൊക്കെ സ്വത്ത് വിഹിതമൊക്കെ നൽകിയത്. ഏതായാലും നബി കുടുംബത്തിലെ മെമ്പർമാർ അവർക്ക് അവരുടേതായ ആദരവുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിന്റെ പേരിൽ ഉമ്മത്തിനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നബി കുടുംബത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർക്കുള്ള അവകാശം അത് വകവെക്കുകയും ചെയ്യുന്നു. അവരെ തള്ളി പറയുകയോ മോശപ്പെടുത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ റാഫിദികൾ നബി കുടുംബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ എണ്ണൂല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് വളരെ കടുത്ത മോശമായ അപരാധം, അതേപോലെ ഹഫ്സ റളിയല്ലാഹു തആലയെ കുറിച്ച് വളരെ മോശമായ കടുത്ത അപരാധമാണ് റാഫിദികൾ പറഞ്ഞിറക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നബി കുടുംബത്തിലെ മെമ്പർമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. അവരെ ഉമ്മമാരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിമാരായി അംഗീകരിക്കുകയും അവരെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് റിദ്വാനിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടിയിട്ട് തേടുകയും ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതേപോലെ ഖവാരിജികൾ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിനെ കുറിച്ച്, അബൂ മൂസ അശ്ശരിയെ കുറിച്ച്, അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെ കുറിച്ച്, അതേപോലെ തന്നെ ആ പറയപ്പെട്ട തഹ്കീമിന്റെ വിഷയത്തിൽ ഖവാരിജികൾ കാഫിറുകളെന്ന് മുദ്രകുത്തി ശത്രുതയിൽ വിശ്വസിക്കുന്ന സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്ത് ജമാഅത്ത് അവരെയും ആദരിക്കുന്നു,
അവരെയും അംഗീകരിക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ പ്രശ്നമുണ്ടായി. പ്രശ്നത്തിൽ ശരിയോടടുത്ത സമീപനം അത് അലി റളിയല്ലാഹു തആലയുടെ സമീപനമായിരുന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരു വ്യക്തിയാണ് അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂലും അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ് അലി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിനുള്ള വർണ്ണനകളെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്ഥിരീകരിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആല അൻഹു, അലിയും മുആവിയയും റളിയല്ലാഹു അൻഹുമാ തമ്മിലുള്ള പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയുടെ ഭാഗത്തായിരുന്നുവെങ്കിലും മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നടത്തിയ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രതിഫലമുണ്ട്. മുആവിയ സഹാബിയാണ്. അദ്ദേഹം 1ാമത്തെ ഇസ്ലാമിലെ രാജാവാണ്. പ്രസിദ്ധ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. മുആവിയ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ് എഴുത്തുകാരനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അറിയിക്കുന്ന തെളിവുകൾ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ മുആവിയ റളിയല്ലാഹു തആലയെ വഹ്യ് എഴുതുവാൻ വേണ്ടി ക്ഷണിച്ച് ആളെ വിട്ട സംഭവങ്ങൾ സഹിയായി സ്ഥിരപ്പെട്ടത് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹാബികൾ, ഖവാരിജികൾ കുഫ്ർ മുദ്ര കുത്തിയിട്ട് ദൂരെ നിർത്തി ശത്രുതയിൽ എണ്ണുക സഹാബികളെ ഒരിക്കലും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ആ നോട്ടത്തിലും ആ ആദർശത്തിലുമല്ല കാണുന്നത്. പ്രത്യുത അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണ്. അവർക്ക് വേണ്ടിയിട്ട് തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ റിദ്വാനിന് വേണ്ടിയിട്ട് തേടുകയും അവരുടെ മേന്മകൾ പറഞ്ഞ് അവരെ പുകഴ്ത്തുകയും അവരെ കുറിച്ചുള്ള വിശ്വാസവും മതിപ്പും ആളുകളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മധ്യമ സമീപനം സഹാബികളെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെയും അൻസാരികളെയും എണ്ണിയതിനു ശേഷം വരുന്നവരുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം പറഞ്ഞില്ലേ? വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് പൊറുക്കണമേ. വലിഇഖ്വാനിനാ അല്ലദീന സബഖൂന ബിൽ ഈമാൻ, വിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളുടെ നേരെ ഹൃദയത്തിൽ നീ ഞങ്ങൾക്ക് പകയുണ്ടാക്കരുതേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, റബ്ബേ നീ റഊഫും റഹീമുമാണല്ലോ എന്ന് ദുആയിരക്കുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളത്. ഒരിക്കലും സഹാബികളോട് വിദ്വേഷമോ ശത്രുതയോ വെച്ചു പുലർത്തുന്നവരല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അത് നബി കുടുംബത്തിൽപ്പെട്ട മെമ്പർമാരാവട്ടെ, അതല്ല നബി കുടുംബത്തിന് പുറത്തുള്ള ഇതര സഹാബികളാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തസുബ്ബു അസ്ഹാബി, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ഒരിക്കലും ശകാരിക്കരുത്, ചീത്ത പറയരുത്. സഹാബികൾ ചെലവഴിച്ച ഒരു മുദ്ദ് ധാന്യം അല്ലെങ്കിൽ അരമുദ്ദ് ധാന്യം, അത് നിങ്ങളിൽ ഒരാൾ ഉഹുദ് പർവ്വതത്തോളം സ്വർണം ചെലവഴിക്കുകയാണെങ്കിൽ അതിന് തുല്യമാവുകയില്ല എന്ന് വരെ റസൂൽ പറഞ്ഞല്ലോ. അൻഫക അഹദുക്കും മിസ്ല ഉഹുദിൻ ദഹബൻ മാ യബ്ലുഗു മുദ്ദ അഹദിഹിം വലാ നസീഫ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ ഒരിക്കലും ശത്രുതയിൽ, വിദ്വേഷത്തിൽ, ശകാരവർഷം ചൊരിയുന്നവരായിട്ട്, ശാപം ചൊരിയുന്നവരായിട്ട് ഒരിക്കലും വിശ്വാസികൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അത് റാഫിലികളുടെ നിലപാടാണ്. പല സഹാബികളുടെയും വിഷയത്തിൽ ഖവാരിജിന്റെയും നിലപാടാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പിന്നീട് തുടർത്തി പറയുന്ന ഭാഗം നമ്മൾ മുമ്പ് ഇവിടെ വിശദീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് വായിച്ച് പോവുക മാത്രമാണ് ചെയ്യുന്നത്. وقد دخل فيما ذكرناه من الإيمان بالله الإيمان بما أخبر الله في كتابه وتواتر عن رسوله صلى الله عليه وسلم وأجمع عليه سلف الأمة من أنه سبحانه فوق سماواته على عرشه علي على خلقه وهو سبحانه معهم أينما كانوا يعلم ما هم عاملون كما جمع بين ذلك في قوله هو الذي خلق السماوات والأرض في 6 أيام
ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. ഇവിടെ ശൈഖുൽ ഇസ്ലാം പറയുന്നത് വഖദ് ദഖല ഫീമാ ദകർനാഹു മിനൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ മുമ്പ് ഉണർത്തിയതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഏത്? അൽ ഈമാനു ബിമാ അഖ്ബർ അല്ലാഹു ഫീ കിതാബിഹി, അല്ലാഹു തന്റെ കിതാബിൽ പറഞ്ഞതായ കാര്യത്തിൽ വിശ്വസിക്കൽ. വതവാതറ അൻ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുതവാതിറായി ധാരാളം പരമ്പരകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കലും. വഅജ്മഅ അലൈഹി സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പൂർവികർ ഏകോപിച്ച് പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിക്കൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അതെന്താണ് അള്ളാഹു കിതാബിൽ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുതവാത്തിറായി വന്നത്, ഈ ഉമ്മത്തിലെ സച്ചരിതർ ഏകോപിച്ച വിശ്വാസം അതെന്താ? മിൻ അന്നഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗക സമാവാതിഹി, അല്ലാഹു അവന്റെ വാനങ്ങൾക്ക് മീതെയാകുന്നു. അലാ അർശിഹി, അല്ലാഹുവിന്റെ അർശിന് മേൽ. അലിയുൻ അലാ ഖൽഖിഹി, അല്ലാഹു അവന്റെ സൃഷ്ടികളുടെ മേൽ ഉന്നതിയിലാണ്, അവരുടെ മീതെയാണ്. വഹുവ സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മഅഹും ഐനമാ കാനൂ, പടപ്പുകളോടൊപ്പമാണ് അവരെവിടെയാണെങ്കിലും. എങ്ങനെ? യഅലമു മാ ഹും ആമിലൂൻ, പടപ്പുകൾ പ്രവർത്തിക്കുന്നത് അറിഞ്ഞുകൊണ്ട്. കമാ ജമഅ ബൈന ദാലിക ഫീ ഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് കാര്യവും ഒന്നിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സൃഷ്ടികൾക്ക് മേലെയാണ്, അർശിന് മീതെ ആകാശത്തിന് ഉപരിയിലാണ്. എന്നാൽ അല്ലാഹു പടപ്പുകളോടൊപ്പവുമാണ്. എങ്ങനെ? പടപ്പുകൾ പ്രവർത്തിക്കുന്നത് അറിഞ്ഞുകൊണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാം, അല്ലാഹു അവനത്രേ വാനങ്ങളെയും ഭൂമിയെയും 6 നാളുകളിലായിട്ട് സൃഷ്ടിച്ചത്. സുമ്മസ്തവ അലൽ അർശ്, പിന്നീട് അല്ലാഹു അവന്റെ അർശിന്മേൽ ആയി. അർശിനുമേൽ അല്ലാഹു സിംഹാസനസ്ഥനായി, അല്ലെങ്കിൽ അർശിന്റെ മുകളിൽ അല്ലാഹു ആയി. യഅലമു മാ യലിജു ഫിൽ അർദ്, അല്ലാഹു അവന്റെ അർശിന്മേലാണെങ്കിലും ഭൂമിയിൽ പ്രവേശിക്കുന്നത്, വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്, വമാ യൻസിലു മിനസ് സമാ, മാനത്തിൽ നിന്ന് ഇറങ്ങുന്നത്, വമാ യഅറുജു ഫീഹാ, മാനത്തിലേക്ക് ആകാശത്തിലേക്ക് കയറുന്നത് എല്ലാം അറിയുന്നു. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി കാണുന്നു, അല്ലെങ്കിൽ കണ്ടറിയുന്നു. അപ്പൊ അല്ലാഹു അവന്റെ ദാത്തുകൊണ്ട് അവൻ അർശിന് മീതെയാണ്, ആകാശങ്ങൾക്കുപരിയിലാണ്. പക്ഷെ അള്ളാഹു ഭൂമിയിൽ എന്ത് പ്രവേശിക്കുന്നു, ഭൂമിയിൽ നിന്ന് എന്ത് പുറത്തു വരുന്നു, ആകാശത്തിൽ നിന്ന് എന്ത് ഇറങ്ങുന്നു, ആകാശത്തിലേക്ക് എന്ത് കയറുന്നു, ഇതൊക്കെ അറിയുന്നവനാണ്. അള്ളാഹു നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾ എവിടെയാണെങ്കിലും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അവൻ അർശിന്മേലാണ് എന്നുള്ളതും, എന്നാൽ അള്ളാഹു നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പമാണ്, അവൻ അറിയുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ വചനത്തിൽ പറഞ്ഞ അള്ളാഹു എവിടെ, എങ്ങനെ എന്നുള്ള വിശ്വാസം, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇവിടെ ശൈഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നത്, വലൈസ മഅനാ ഖൗലിഹി വഹുവ മഅകും, അള്ളാഹു നിങ്ങളോടൊപ്പമാണ് എന്ന് അള്ളാഹു പറഞ്ഞു. വഹുവ മഅകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയാണ് അള്ളാഹു. ലൈസ മഅനാ ഖൗലി, ഈ ഖൗലിന്റെ അർത്ഥം അല്ല അന്നഹു മുഖ്തലിത്തും ബിൽ ഖൽഖ്, അള്ളാഹു പടപ്പുകളോട് കൂടി കലർന്നിരിക്കുകയാണ്, പടപ്പുകളിൽ സന്നിവേശിച്ചിരിക്കുകയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പടപ്പുകളിൽ ഇങ്ങനെ കലർന്നിരിക്കുകയാണ്. ആളുകൾ പറയാറില്ലേ, കല്ലിലും കരടിലും മുള്ളിലും ഒക്കെ അള്ളാഹു ഉണ്ട്, തറയിലും തിറയിലും തൂണിലും തുരുമ്പിലും ഒക്കെ തങ്ങളിൽ തന്നെയും അള്ളാഹു ഉണ്ട്, പടച്ചവൻ സന്നിവേശിച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ. എന്ന അർത്ഥമില്ല എന്തിന്, വഹു മഅകും എന്നുള്ളതിന്. അതാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. ഫൈന ഹാദാ ലാ തുജീബുഹു ലുഗ, വഹു മഅകും എന്ന് പറഞ്ഞെങ്കിൽ പടപ്പുകളിൽ കലർന്നിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഭാഷ തേടുന്നില്ല. മാത്രല്ല ഈ ഉമ്മത്തിലെ സച്ചരിതർ ഏകോപിച്ച് പറഞ്ഞതിനെതിരാണ് അത്തരം വിശ്വാസം. അള്ളാഹു എല്ലാത്തിലും സന്നിവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു എല്ലാത്തിലും ഈശാവാസം, ഇതം സർവ്വ എല്ലാത്തിലും അള്ളാഹുവിന്റെ വാസമുണ്ട് എന്ന് പറയുന്നത്. അത് സലഫുൽ ഉമ്മ ഏകോപിച്ചതിനെതിരാണ്. അള്ളാഹു പടപ്പുകളെ പടച്ച പ്രകൃതിക്കെതിരുമാണ്. എങ്ങനെ? അള്ളാഹു പടച്ച പ്രകൃതി എന്താ? മനുഷ്യരെ അള്ളാഹു പടച്ച പ്രകൃതി എന്താ? പടപ്പുകളെ പടച്ച പ്രകൃതി എന്താ? അവരുടെ സൃഷ്ടാവ്, അവരുടെ രക്ഷകൻ മീതെയാണ്, ഉപരിയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പടപ്പുകൾക്കൊരു പ്രശ്നം വരുമ്പോ, പടപ്പുകളിലെല്ലാം പടച്ചോനുണ്ട് എങ്കിൽ ഓരോരുത്തരും തന്റെ ശരീരത്തേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ തന്റെ ചുറ്റുപാട്ടിലുള്ള വസ്തുക്കളിലേക്ക് നോക്കിയാൽ മതി. എന്താ മനുഷ്യന്മാർ ചെയ്യാറുള്ളത്, പടപ്പുകൾ ചെയ്യാറുള്ളത്? അവരുടെ ദൃഷ്ടി ആകാശത്തിന് നേരെ എറിയാ ചെയ്യാം.
പ്രാർത്ഥിക്കുമ്പോ കണ്ണുയർത്തും, കൈ ഉയർത്തും. എവിടുക്ക ഉയർത്തല്? മാനത്തേക്കാ ഉയർത്തല്. എന്തുകൊണ്ടാ മാനത്തേക്ക് ഉയർത്തുന്നത്? ദൃഷ്ടി ആകാശത്തേക്ക് എറിയുന്നത്. ആരോടോടെ പ്രാർത്ഥിക്കുന്നത്? അവൻ അവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. പടപ്പുകളിലെല്ലാം പടച്ചോനുണ്ടെങ്കിൽ കൈ താഴത്തേക്ക് ഉയർത്തിയാൽ മതി, ചൂണ്ടിയാൽ മതി, അല്ലെങ്കിൽ തന്നെ നേരെ ചൂണ്ടിയാൽ മതി. ദൃഷ്ടി താഴത്തേക്ക് നോക്കിയാൽ അതിലേക്ക് നേരെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മതി. പക്ഷെ മനുഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസത്താൽ നോക്കുന്നത് മീതേക്കാണ്. എന്തുകൊണ്ട്? അതാണ് പടച്ച തമ്പുരാൻ പടപ്പുകൾക്ക് നൽകിയ ഫിത്രത്ത്, പ്രകൃതി. ആ പ്രകൃതി അറിയിക്കുന്നത് അള്ളാഹു എല്ലാത്തിലും ഉണ്ട് എന്നുള്ളതല്ല, പ്രത്യുത അള്ളാഹു മാനങ്ങൾക്ക് മീതയാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ശൈഖുൽ ഇസ്ലാം പറയണം, ബലിൽ ഖമറു ആയത്തു മിൻ ആയാത്തില്ലാ മിൻ അസ്ഗരി മഖ്ലൂഖാതിഹി. എന്ന് മാത്രമല്ല, ചന്ദ്രൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ചെറിയ ദൃഷ്ടാന്തം, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ്. മിൻ അസ്ഗരി മഖ്ലൂഖാതി, അള്ളാഹിന്റെ പടപ്പുകളിൽ ഒരു ചെറിയ പടപ്പുമാണ്. ആര്? ചന്ദ്രൻ. എന്താ ചന്ദ്രന്റെ വിഷയത്തിലുള്ളത്? വഹു മൗദൂഉൻ ഫിസ്സമാ, അള്ളാഹു ചന്ദ്രനെ വെച്ചിട്ടുള്ളത് എവിടെയാണ്? ആകാശത്തിലാണ്. വഹുവ മഅൽ മുസാഫിരി ഐനമാ കാൻ, എന്നാൽ ഒരു യാത്രികൻ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രക്കാരനോടൊപ്പം ചന്ദ്രൻ ഉണ്ടാവും. ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ യാത്രക്കാരനോടൊപ്പമാണ് ചന്ദ്രൻ. മനസ്സിലായി? അപ്പോ പറയും സിർത്തു വൽ ഖമറുമായി, അറബികൾ പറയും ഞാൻ യാത്ര പോയി, ചന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. ചന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ മനുഷ്യനിൽ ചന്ദ്രൻ സന്നിവേശിച്ചു എന്നാണ്. ഈ മനുഷ്യന്റെ ഉള്ളിൽ ചന്ദ്രൻ കയറിയെന്ന. പിന്നെ ചന്ദ്രനുള്ളത് ആകാശത്ത് തന്നെ, പക്ഷെ എന്നാലും അങ്ങനെ പ്രയോഗിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ ആകാശത്തിന് മീതെയാണ്, അവൻ അർശിന് മീതെയാണ്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു ഓഹുമാക്കും, അവൻ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പടപ്പുകളിലും അള്ളാഹു സന്നിവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കലർന്നിരിക്കുന്നു. ഇവിടൊക്കെ ഈ ജഗത്തായ ജഗത്തിലൊക്കെ ഈ ഈശ്വരൻ അല്ലെങ്കിൽ പടച്ചോൻ സന്നിവേശിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, പ്രത്യുത അള്ളാഹു അവന്റെ സ്വത്വം കൊണ്ട്, സത്ത കൊണ്ട് അവൻ അവന്റെ അർശിന് മീതെയാണ്. എന്നാൽ അവൻ അള്ളാഹുവിന്റെ അറിവ് കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്, അവന്റെ കേൾവിയും കാഴ്ചയും കൊണ്ടാണ് പടപ്പുകളോടൊപ്പം ഉള്ളത് എന്നർത്ഥം. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, വഹുവ സുബ്ഹാനഹു ഫൗഖൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മീതെയാണ്. റഖീബുൻ അലാ ഖൽഖിഹി, അവൻ പടപ്പുകളെ നിരീക്ഷിക്കുന്നവനാണ്. മുഹൈമിനുൻ അലൈഹിം, പടപ്പുകളുടെ മേൽ മേൽക്കോയ്മയുള്ള അധീപനാണ്. മുത്തലിഉൻ ഇലൈഹിം, പടപ്പുകളെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇലാ ഗൈരി ദാലിക മിൻ മആനി റുബൂബിയത്തി, ഇതുപോലുള്ള അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിന്റെ ആശയങ്ങൾ തേടുന്നതായ വിശേഷണങ്ങളുള്ള നിലക്ക് അള്ളാഹു അവന്റെ അർശിന് മീതെയാകുന്നു. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തിയത്. വകുല്ലു ഹാദൽ കലാം അല്ലദീ ദക്കറഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതായി ഈ വചനങ്ങളെല്ലാം മിൻ അന്നഹു ഫൗഖൽ അർശ്, എന്താ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു അർശിന് മീതെയാണ്. വ അന്നഹു മഅന, അള്ളാഹു നമ്മളോടൊപ്പമാണ്. ഇതൊക്കെ പറഞ്ഞ എന്താണ്? ഹഖ്ഖുൻ അലാ ഹഖീഖത്തിഹി, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് തേടുന്നത്? അത് ആ രീതിയിൽ സത്യമാണ്. ലാ യഹ്താജു ഇലാ തഹ്രീഫ്, അതിനെ മാറ്റി തിരുത്തി പറയേണ്ട ആവശ്യമല്ല. പിന്നെ വലാകി യുസാനു അനി ദുനൂനിൽ കാദിബ, തെറ്റായ വ്യാജമായ ഊഹങ്ങളിൽ നിന്ന് ഈ ആദർശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അർശിന് മീതെയാണ്, അവൻ നമ്മോടൊപ്പമാണ്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണ്. അതിന്റെ യഥാർത്ഥത്തിൽ അത് ഹക്കാണ്. പക്ഷെ ഇതിന് നേരെ ചില ഊഹങ്ങളുണ്ട്. അതെന്താ? തെറ്റായ വ്യാജമായ കളമായ ഊഹങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അർശിന് മീതെയാണ്, എന്നാൽ അള്ളാഹു എല്ലാരോടൊപ്പവും അവരിൽ കലർന്നുകൊണ്ടാണെന്ന് പറഞ്ഞ ഇന്ന അദ്വൈതവാദികളുടെ വാദം, വഹ്ദത്തുൽ വുജൂദിന്റെ ആളുകളുടെ വാദം, ഇതൊക്കെ ഊഹങ്ങളാണ്, വ്യാജമായ ഊഹങ്ങൾ. അതിൽ നിന്ന് ഈ ആദർശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു തെറ്റായ ഊഹം എന്താ? അതിന് ഉദാഹരണം പറയണം. മിസ്ലായി യുബന്ന അന്ന ളാഹിറ ഖൗലി ഫിസ്സമാ അന്ന സമാഅ തുഖില്ലുഹു ഔ തുദില്ലുഹു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അള്ളാഹു ഫിസ്സമാ, ആകാശത്തിന്മേലാണെന്നാണ്. ഫിസ്സമാ എന്നാണ്. അമീൻ തുമ്മം ഫിസ്സമാ എന്നല്ല, അവിടെ ഫിസ്സമാ, ആകാശത്തിലുള്ളവൻ എന്നാ പറഞ്ഞത്. അപ്പോ ഒരു വിഭാഗം ആളുകളുടെ തെറ്റായ ധാരണ എന്താ? ഈ ആയത്തിന്റെ വാഹിർ, ബാഹ്യം, അത് അന്ന സമാ തുഖില്ലുഹു ഔ തുദില്ലുഹു, അള്ളാഹുവിനെ ആകാശം താങ്ങുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന് ആകാശം തണലിടുന്നു, തണലേകുന്നു. അള്ളാഹുവിനെ താങ്ങുന്നു എന്ന് ചിലർ പറഞ്ഞു. അല്ലെങ്കിൽ ചിലർ അള്ളാഹുവിന് തണലിടുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? വ്യാജമായ ഊഹങ്ങളാണ്. ഇങ്ങനെയുള്ള വ്യാജമായ ഊഹങ്ങൾ അത് ദീൻ പഠിപ്പിച്ചിട്ടില്ല.
അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ വിശ്വാസം അഖീദ സംരക്ഷിക്കപ്പെടണം. വഹാദ ബാത്തിലും ബി ഇജ്മാഇ അഹ്ലിൽ ഇൽമി വൽ ഈമാൻ, ഇൽമും ഈമാനുമുള്ള പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം ഇത് ബാത്തിലാണ്. അള്ളാഹുവിന് ആകാശം താങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് ആകാശം തണലിടുന്നു എന്നുള്ള ഈ വാദം ബാത്തിലാണ്. ഈ ഫിസ്സമ എന്ന് പറയുന്ന ആയത്തിനെ എടുത്തിട്ട് അങ്ങനെ കുറെ ആളുകൾ തെറ്റായിട്ട് ദുർവ്യാഖ്യാനിച്ചു. പക്ഷെ പണ്ഡിത ലോകം പണ്ഡിത ലോകത്തിന്റെ ഏകാഭിപ്രായത്തിൽ ആ വാദം നിരർത്ഥകമാണ്, ബാത്തിലാണ്. പിന്നെയോ ഫൈൻ അല്ലാഹു ഖദ് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആകാശം താങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് ആകാശം തണലിടുന്നു എന്ന് പറഞ്ഞ അത് ഇസ്ലാം പഠിപ്പിച്ച അഖീദക്കെതിരാ. എന്താ ഇസ്ലാം പഠിപ്പിച്ച അഖീദ? ഫൈൻ അല്ലാഹു, തീർച്ചയായും അള്ളാഹു ഖദ് വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ കുർസി അത് ആകാശങ്ങളെയും ഭൂമിയേക്കാളും വിശാലാണെന്ന്. കുർസി എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു, മൗദിഉൽ ഖദമൈൻ, പാദം വെക്കുന്ന സ്ഥാനം, അഥവാ അള്ളാഹുവിന്റെ അർശിൽ പാദം വെക്കുന്ന സ്ഥലമുണ്ട്. മനസ്സിലായി? ഒരു അർഷിനെ സംബന്ധിച്ചിടത്തോളം, സിംഹാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പാദം വെക്കുന്ന സ്ഥലം ചെറുതായിരിക്കും. അർഷിനെ അപേക്ഷിച്ച് പാദം വെക്കുന്ന സ്ഥലം ചെറുതായിരിക്കും, അർഷ് വളരെ വലുതായിരിക്കും. ഈ പാദം വെക്കുന്ന സ്ഥലത്തിനാണ് കുർസി എന്ന് പറയാം. ആ കുർസി തന്നെ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാല. അപ്പൊ എങ്ങനെ അങ്ങനെ ഒരു ആകാശം അള്ളാഹുവിനെ തണലിട്ടു അല്ലെങ്കിൽ അള്ളാഹിനെ താങ്ങിന്ന് പറയാം? ഫിസമ എന്നുള്ളതിന്റെ അതിന്റെ വെളിച്ചത്തിൽ. അതുകൊണ്ടാണത് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം ബാത്തിലാണ് എന്ന് പറയുന്നത്. അത് ദുർവിചാരവും ചീത്ത വിചാരവുമാണ്. അത്തരം വിചാരങ്ങളിൽ നിന്ന് ഈ ആദർശത്തെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വഹുവല്ലദീ യുംസികു സ്സമാവാതി വൽ അർദ അൻ തസൂല, അള്ളാഹുവാണ് വാനങ്ങളെയും ഭൂമിയെയും അവ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് പിടിച്ചു വെക്കുന്നവൻ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ആയത്തുണ്ട്, വയുംസികു സ്സമാ അൻ തഖാലൽ അർദ്, അള്ളാഹു ആകാശത്തെ അത് ഭൂമിയുടെ മേൽ പതിക്കുന്നതിനെ തൊട്ട് പിടിച്ചു നിർത്തുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇല്ലാ ബിഇദ്നി വമിൻ ആയാതി അൻ തഖൂമ സ്സമാഉ വൽ അർദു ബിഅംരിഹി, വാനവും ഭൂമിയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നിലകൊള്ളുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് വാനവും ഭൂമിയും നിലകൊള്ളുന്നത്. വാനം ഭൂമിക്ക് മേൽ പതിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവാണ് വാനത്തെ പിടിച്ചു നിർത്തുന്നത്. അള്ളാഹുവിന്റെ കുർസി തന്നെ വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലാണ്. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കണ അഖീദ എന്നിരിക്കെ ആ ആകാശം അള്ളാഹുവെ താങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനെ തണലിടുന്നു എന്ന് വല്ലവരും പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ബുനൂനുൽ ഖാദിബാണ്, വ്യാജമായ ഊഹമാണ്. അത്തരം ഊഹങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇസ്ലാമിക ആദർശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിക ആദർശം അള്ളാഹു എവിടെ എന്നുള്ള വിഷയത്തിൽ അള്ളാഹു അവൻ ആകാശങ്ങൾക്ക് മീതെയാണ്, അവൻ അർശിന് മീതെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മീതെയാണെങ്കിലും അള്ളാഹു അടിയാറുകളോടൊപ്പമാണ്. അവരെ അള്ളാഹു അറിയുന്നു, അവർ അള്ളാഹുവിന്റെ കഴിവിന് കീഴിലാണ്, അള്ളാഹു അവരെ കേൾക്കുന്നു, കാണുന്നു. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അതാണ് കിതാബിൽ വന്നിട്ടുള്ളത്, സുന്നത്തിൽ വന്നിട്ടുള്ളത്. അതിലാണ് ഈ ഉമ്മത്തികളിലെ പൂർവികരായ സച്ചരിതർ ഏകോപിച്ചിട്ടുള്ളത്. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഉണർത്തിയത്. അൽ അഖീദത്തുൽ വാസിത്തിയയിൽ ഇനി പ്രതിപാദിക്കാൻ പോകുന്നതായ ഭാഗങ്ങൾ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ അഖീദയെ സംരക്ഷിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.